ഒരാളുടെ മാജിക്കലായിട്ടുള്ള സ്പർശം അത് പിൽക്കാലത്ത് സവിശേഷമായ ഭരതൻ സ്പർശം എന്ന് പരസ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ അത് വെറുതെ ഒരു നമ്മളിപ്പോൾ ഈ ബ്രില്യൻസ് എന്നും ഒക്കെ ഉപയോഗിക്കുന്ന പോലെയല്ല. ആ സ്പർശം വളരെ എവിഡൻ്റ് ആയിരുന്നു. ഒരു മാവ്, അതിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ അമ്പലത്തിൻ്റെ മുമ്പ് കൂടെ, അതായത് പെർഫെക്റ്റ് ഫ്രെയിമിങ് ഉള്ള, വെറുതെ ക്യാമറ വെച്ചാൽ ആ ഫ്രെയിം മനോഹരവും. പോസ്റ്ററിൽ ഭരതൻ എന്ന് പേര് കണ്ടാൽ ഉറപ്പായിട്ടും ആ സിനിമയ്ക്ക് കയറിയിരിക്കും. മനോഹരം ഒരു പോസ്റ്ററെങ്കിലും അദ്ദേഹത്തിന്റെ പടത്തിൽ അദ്ദേഹം ഡിസൈൻ ചെയ്ത ഒരു പോസ്റ്ററെങ്കിലും ഉണ്ടാവും. ഞാൻ കൺസോളിൽ ഇരിക്കുകയാണ്. ഭരതേട്ടൻ ഡബ് ചെയ്യുന്ന മമ്മൂക്കയുടെ അടുത്തൊരു ചെയർ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ സീനുകളൊക്കെ, ആ ഡബ് ചെയ്യുന്ന സീനുകളൊക്കെ ഭരതേട്ടൻ ഇരുന്ന് കാണുന്നുണ്ട്. ഭരതേട്ടന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഭരതേട്ടൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പുതിയ ചെക്കനാണ് ഈ പടം ചെയ്തിരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും. ഭരതേട്ടൻ ഭയങ്കര ഒരു പെയിൻറ്ററും ഭയങ്കര ഒരു ആർട്ടിസ്റ്റും ഭയങ്കര സ്കൾപ്ചറും ഒക്കെ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ചിത്രകലയുമായിട്ടുള്ളൊരു ഭയങ്കര ബന്ധം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കും ഫ്രെയിമുകൾക്കും ഉണ്ടായിരുന്നു. നമുക്ക് കൃതഹസ്തരായിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ടായിട്ടുണ്ട്. നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട്. ഞാൻ എൻ്റെ ഒരു കൗമാര കാലത്ത്, ഡിഗ്രി കാലം, കോളേജ് കാലം, പ്രീ ഡിഗ്രി കാലം, ഒരു 8ാം ക്ലാസ് 9ന് ശേഷം സീരിയസ് ആയിട്ട് സിനിമ സംവിധായകരെയും ഒക്കെ നോക്കി കാണാൻ തുടങ്ങിയ ഒരു കാലത്ത് 80കളിൽ അതിനു മുൻപുള്ള മലയാള സിനിമയും അതിന് ശേഷവും കുറെ കാലം കണ്ടിന്യൂ ചെയ്ത മലയാള സിനിമയുടെ ഇടയിൽ ഒരു പുതിയ ഭാവുകത്വം മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന സംവിധായകരിൽ പ്രധാനിയായിരുന്നു ഭരതേട്ടൻ. നമ്മൾ പിൽക്കാലത്ത് ഇപ്പോഴൊക്കെ ഈ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറഞ്ഞിരുന്നത് ആ കാലത്ത് ഈ ഒരു വാക്കുണ്ടായിരുന്നില്ല എന്നാണ്. ഒരു സംഘം യുവാക്കൾ മുന്നിൽ നിന്ന് മലയാള സിനിമയെ നയിക്കുകയും മാറ്റത്തിൻ്റെ വഴിയിലേക്ക് പിൽക്കാലത്ത് മലയാള സിനിമ പിന്തുടർന്ന തരം സിനിമകൾ ആദ്യം ചെയ്ത പയനിയേഴ്സ് ആയിട്ടുള്ള സംവിധായകരുണ്ട്. അതിൽ പ്രധാനിയായിരുന്നു ഭരതൻ. ഭരതൻ എന്ന് പറഞ്ഞ സംവിധായകന് ആളുകൾ ഭരതേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. പരിചയമില്ലാത്ത ആളുകൾ പോലും ഭരതേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. ഭരതേട്ടൻ്റെ ഒരു ഫിലിമോഗ്രഫി നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 46-ലാണ് ജനനം. നവംബർ 14-ാം തീയതി വടക്കാഞ്ചേരിയിലാണ് ജനിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ അടുത്ത നാട്ടുകാരാണ്. ഞാനും തൃശ്ശൂർക്കാരനാണ്, വലപ്പാടാണ്. ജനിച്ച് വളർന്നതെല്ലാം ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലത്തിനും തൃശ്ശൂരിനും ഇടയിലുള്ള സ്ഥലമാണ് ഈ വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി എങ്കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഭരതേട്ടൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ PN മേനോൻ സാറ് മലയാള സിനിമയിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സംവിധായകനും നല്ലൊരു ചിത്രകാരനായിരുന്ന അദ്ദേഹം പോസ്റ്റർ ഡിസൈനിങ്ങിൽ അദ്വിതീയനായിട്ടുള്ള ഒരാളായിരുന്നു. PN മേനോൻ സാറിൻ്റെ കൂടെ ആണ് ഭരതേട്ടൻ മദ്രാസിൽ ചെന്നിട്ട് ജോലി ചെയ്ത് തുടങ്ങുന്നത്. അദ്ദേഹം ജീവിതം ആരംഭിക്കുന്ന നല്ല ചിത്രകാരനും ശില്പിയും ഒക്കെ ആയിരുന്ന ഭരതേട്ടൻ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ PN മേനോൻ സാറിൻ്റെ പോസ്റ്റർ ഡിസൈനിങ്ങിലും PN മേനോൻ സാറിൻ്റെ പരിചയത്തിലുള്ള വഴിക്ക് സിനിമകളിൽ ആർട്ട് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ കാലത്ത് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരാളുടെ മാജിക്കലായിട്ടുള്ള സ്പർശം, അത് പിൽക്കാലത്ത് സവിശേഷമായ ഭരതൻ സ്പർശം എന്ന് പരസ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ അത് വെറുതെ ഒരു നമ്മളിപ്പോൾ ഈ ബ്രില്യൻസ് എന്നും ഒക്കെ ഉപയോഗിക്കുന്ന പോലെയല്ല. ആ സ്പർശം വളരെ എവിഡൻ്റ് ആയിരുന്നു. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഡയറക്ടർ ആയതിനു ശേഷം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിലെ 2ാമത്തെ ആവിഡിൽ എഡിറ്റ് ചെയ്യുന്ന സിനിമയാണ്. ആദ്യത്തെ സിനിമ രാജീവ് കുമാർ സാറിൻ്റെ സിനിമയായിരുന്നു. 2ാമത്തെ സിനിമ എൻ്റെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലായിരുന്നു. അപ്പോൾ ആവിഡ് സ്റ്റുഡിയോ ഉള്ളത്, ഈ ആവിഡ് സിസ്റ്റം ഉള്ളത് ചെന്നൈയിൽ നവോദയയിലായിരുന്നു. അപ്പോൾ നവോദയയിൽ വെച്ച് ഞങ്ങൾ ഈ ആവിഡിൽ എഡിറ്റ് ചെയ്യണം. രഞ്ജൻ അബ്രഹാമിൻ്റെയും ആദ്യത്തെ ആവിഡ് എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങളവിടെ ചെയ്യുമ്പോൾ അവിടെ നവോദയയിലെ ഇളയ മകൻ ജോസൂട്ടി, അവിടെ പിന്നെ ജിജോ സാറിനെയൊക്കെ നമ്മളവിടെ കാണാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഇടവേളയിൽ ഒരു അരമണിക്കൂർ ഞങ്ങൾക്കൊരു റീല് ചെക്ക് ചെയ്യാനുണ്ട് ആവിഡിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിഞ്ഞു കൊടുത്തു. അപ്പോൾ അവരത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഉദയയുടെ ഗന്ധർവ ക്ഷേത്രം എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട് സീനാണ്. അവർ ഈ TV-ക്ക് വേണ്ടിയിട്ട് ഇത് ടെലിസിനി ചെയ്യുക എന്ന് പറയും. ഈ ഫിലിമിൽ നിന്ന് ഈ ഡിജിറ്റലി കൺവേർട്ട് ചെയ്തിട്ട് അത് പ്ലേ ചെയ്യണം. അപ്പോൾ ഞാൻ ആ പാട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഗന്ധർവ ക്ഷേത്രത്തിലെ
അതിമനോഹരമായിട്ടുള്ളൊരു ഗാനം. പ്രേം നസീർ ശാരദയും അഭിനയിക്കുന്ന ഒരു ഗാനമാണ്. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാ. ആദ്യം കാണുന്ന ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഒരു ചെറിയ അമ്പലം. ആ അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു മാവ്, അതിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ ഈ അമ്പലത്തിൻ്റെ മുമ്പ് കൂടെ. അതായത് പെർഫെക്റ്റ് ഫ്രെയിമിങ് ഉള്ള, വെറുതെ ക്യാമറ വെച്ചാൽ ആ ഫ്രെയിം മനോഹരവും. അങ്ങനെ ഒരു മാവും ഒരു ചെറിയ അമ്പലവും. ആ അമ്പലത്തിൽ വിളക്ക് കത്തിച്ചിട്ട് ശാരദ നിൽക്കുമ്പോൾ മുത്തശ്ശി വന്നിട്ട് കുട്ടി കയറി വരുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ്, ഗന്ധർവൻ ഇറങ്ങുന്ന ദിവസമാണ്. അവിടെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ നിൽക്കാൻ പാടില്ല, ഗന്ധർവൻ്റെ കണ്ണിൽ പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ മുത്തശ്ശി ശാരദയെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോകുന്ന വഴിക്ക് ശാരദയ്ക്ക് ഒരു പാലപ്പൂക്കളുടെ മണം ഫീൽ ചെയ്യുന്നത്. അത് നമുക്ക് അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാവും. മണം നമുക്കറിയില്ലല്ലോ. അത് ഫീൽ ചെയ്തിട്ട് ഇവർ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ അവർ കാണുന്നത് ഈ അമ്പലം മുമ്പിൽ ഇങ്ങനെ കൊമ്പ് ഉള്ള ഒരു മാവ്. ആ ഫ്രെയിമിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. അങ്ങോട്ട് തിരിഞ്ഞ് പോകുന്ന ഒരാൾ, കസവുമുണ്ട്, കസവിൻ്റെ രണ്ടാം മുണ്ട് ഇട്ടിട്ട് പോകുന്ന ഒരു ആളുടെ ബാക്ക് സൈഡാണ്. പാട്ട് ആരംഭിക്കുകയാണ്. ആ പാട്ട് ആരംഭിക്കുക യേശുദാസിൻ്റെ ഗന്ധർവ ശബ്ദവും പ്രേം നസീറിൻ്റെ ഗന്ധർവ രൂപവും. ഈ അമ്പലത്തിന് പുറകിലേക്ക് ഈ രൂപം മറിഞ്ഞിട്ട് ശാരദയുടെ ഒരു ക്ലോസപ്പിന് ശേഷം ഈ പുറകിൽ നിന്ന് പ്രേം നസീറിൻ്റെ ഒരു എൻട്രി ഉണ്ട്. നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. കാരണം ഈ ഗന്ധർവനെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കാണിക്കാണ്. വിൻസെന്റ് മാഷാണ് അത് സിനിമാറ്റോഗ്രാഫിയും ഡയറക്ഷനും ചെയ്തിട്ടുള്ളത്. സ്വർണ്ണരുദ്രാക്ഷം ചാർത്തി ഒരു സ്വർഗാതിഥിയെ പോലെ ഈ ഗാനം മറക്കുമോ, ഇതിന്റെ സൗരഭം മറക്കുമോ? അപ്പോൾ ഞാൻ ഈ ജോസ് കുട്ടിച്ചേട്ടനോടും ചോദിച്ച ഒരു ചോദ്യം, ആരാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ എന്നാണ്. കാരണം ഇങ്ങനൊരു സ്ഥലം ഇങ്ങനെ കണ്ടുപിടിച്ചു, അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം. അപ്പോൾ അത് ഉദയയുടെ സ്റ്റുഡിയോയുടെ ഉള്ളിൽ ഇട്ടിട്ടുള്ള സെറ്റാണ്. അത് ഭരതൻ ഇട്ട സെറ്റാണ്. ഭരതേട്ടനായിരുന്നു അതിൻ്റെ ആർട്ട് ഡയറക്ടർ. അപ്പം എത്രയോ വർഷങ്ങൾക്ക് ശേഷം അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് ഇതാര് ചെയ്തതാണ്, ഇതിൽ എനിക്ക് പരിചയമുള്ള എന്തോ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ എന്ന് തോന്നിപ്പിച്ചത് അതാണ് ഭരതേട്ടൻ്റെ സ്പർശം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ആരാധിച്ചിരുന്ന സംവിധായകൻ്റെ പേര് നോക്കി സിനിമ കാണാൻ തുടങ്ങുന്നതൊക്കെ ഭരതേട്ടൻ്റെ സിനിമകളാണ്. അപ്പം അതൊരു വലിയ ലിസ്റ്റ് ഉണ്ട്. പേരുകളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന മനോഹരമായിട്ടുള്ള സിനിമകൾ. പ്രയാണം എന്ന് പറയുന്ന ആദ്യത്തെ സിനിമയിലാണ് ആ യാത്ര ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും 2-3 സിനിമകളിൽ ആർട്ട് ഡയറക്ടറായിട്ടും ചില സിനിമകൾക്ക് പോസ്റ്റർ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2-3 കൊല്ലത്തിന് ശേഷം വീണ്ടും ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം എന്നുള്ള പാട്ടൊക്കെ ഉള്ള, മാധുരി പാടിയ പാട്ടൊക്കെ ഉള്ള ഗുരുവായൂർ കേശവൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഏതാണ്ട് എല്ലാ വർഷവും ഒരു സിനിമ, ചില വർഷങ്ങളിൽ 2 സിനിമ, ചില സിനിമകളിൽ 3 സിനിമ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന. അന്ന് മുതൽ അദ്ദേഹത്തിന് ഭരതേട്ടനെ ആരാധിക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാനും. അന്ന് മലയാള സിനിമയെ, ഈ 80കളിൽ മലയാള സിനിമയെ മെയിൻ സ്ട്രീം സിനിമകളുടെ ഇടയിലൂടെ ഒരു പാരലൽ സിനിമകളുടെ ഒരു സ്ട്രീം ഉണ്ടാക്കിയത് ഭരതേട്ടൻ, പത്മരാജൻ സാറ്, മോഹൻ, KG ജോർജ്, അങ്ങനെ ഒരു സംഘം ചെറുപ്പക്കാർ, അന്നത്തെ ചെറുപ്പക്കാർ ചേർന്നിട്ട് മലയാള സിനിമയെ വേറൊരു വഴിക്ക് കൈപിടിച്ച് നടത്തി. ആ കാലത്ത് ഞാൻ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒറ്റപ്പാലത്തൊരു ഷൂട്ടിംഗ് വന്നു. പാർവതി എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അപ്പം ഞങ്ങൾ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയി. അപ്പോൾ പാർവതി ഭരതേട്ടനാണ് ഡയറക്റ്റ് ചെയ്യണതെന്ന് അറിഞ്ഞു. അപ്പോൾ ഭരതേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷൂട്ടിംഗ് കാണാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ മാനവ നിലയം എന്ന് പറഞ്ഞ ഒറ്റപ്പാലത്തെ ഒരു വീട്ടിലാണ് ഷൂട്ടിംഗ്. അപ്പോൾ ഞങ്ങൾ ആ മതിൽക്കെട്ടിൻ്റെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുക. കാറിൽ നിന്ന് നല്ല കട്ടി മീശയൊക്കെ വെച്ചിട്ട് നല്ല എവിടെയോ കണ്ടു പരിചയമുള്ള ഒരു സുന്ദരനായിട്ടുള്ള ഒരാളായിരുന്നു.
അങ്ങനെയാണ് ഞാൻ പ്രേം നസീർ സാറിനെയും ആദ്യമായിട്ട് കാണുന്നത്. പ്രേം നസീർ സാറാണ് അദ്ദേഹത്തിന്, നസീർ സാറിന് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ലുക്കിലാണ് പാർവതിയിൽ ഉർമീസ് തമ്പാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അദ്ദേഹം. അതെന്താ അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ? കഴിക്കൂ. ഞാനങ്ങനെ പകൽ കഴിക്കാറില്ല. പിന്നെ ഇവിടത്തേക്ക് വേണ്ടി ഒഴിച്ചെന്നേ ഉള്ളൂ. ഓഹോ, അപ്പോൾ ഊണ് കഴിച്ചിരുന്നതാ. എന്താ ആ ഷൂട്ട് ചെയ്യുന്ന തലയിൽ ടവല് കെട്ടി നിൽക്കുന്ന ആളാണ് ഭരതേട്ടൻ. അങ്ങനെ ഭരതേട്ടനെയും നസീർ സാറിനെയൊക്കെ അന്ന് നമ്മൾ നേരിട്ട് കണ്ടു. അന്നാണ് ഭരതേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും തകര, ചാമരം, ലോറി, ചാട്ട, ഓർമ്മയ്ക്കായി, സന്ധ്യമയങ്ങുന്ന നേരം, ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ഒഴിവുകാലം, അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹവും പത്മരാജൻ സാറുമായിട്ട് ചേർന്നിട്ടുള്ള സിനിമകൾ, അദ്ദേഹവും ജോൺ പോളങ്കിളുമായിട്ട് ചേർന്നിട്ടുള്ള സിനിമകൾ, അങ്ങനെ എല്ലാ സിനിമകളും. ഭരതൻ എന്ന പേര് പോസ്റ്റർ പറങ്കിമല്ല ആ കാലത്ത് സിനിമകളാണ്. പോസ്റ്ററിൽ ഭരതൻ എന്ന പേര് കണ്ടാൽ ഉറപ്പായിട്ടും ആ സിനിമയ്ക്ക് കയറിയിരിക്കും. മനോഹര ഒരു പോസ്റ്ററെങ്കിലും അദ്ദേഹത്തിൻ്റെ പടത്തിൽ അദ്ദേഹം ഡിസൈൻ ചെയ്ത ഒരു പോസ്റ്ററെങ്കിലും ഉണ്ടാവും. ഭരതേട്ടനും MT സാറും ചേർന്ന് ചെയ്ത താഴ്വാരം, ഭരതേട്ടനും MT സാറും ചേർന്ന് ചെയ്ത വൈശാലി, പിൽക്കാലത്ത് ഉള്ള സംവിധായകരെ മുഴുവൻ സ്വാധീനിച്ച സിനിമകളായിരുന്നു. ഭരതേട്ടൻ ഭയങ്കര ഒരു പെയിൻറ്ററും ഭയങ്കര ഒരു ആർട്ടിസ്റ്റും ഭയങ്കര സ്കൾപ്ചറും ഒക്കെ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ചിത്രകലയുമായിട്ടുള്ളൊരു ഭയങ്കര ബന്ധം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കും ഫ്രെയിമുകൾക്കും ഉണ്ടായിരുന്നു. പിന്നെ നന്നായി പാടുമായിരുന്നു അദ്ദേഹം. ടോട്ടൽ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരാളായിരുന്നു ഭരതേട്ടൻ. ഭരതേട്ടൻ പാട്ട് എഴുതിയിട്ടുണ്ട്, ഭരതേട്ടൻ സിനിമകൾക്ക് സംഗീതം പകർന്നിട്ടുണ്ട്. ഈണം എന്ന് പറഞ്ഞ സിനിമ, താരം വാൽക്കണ്ണാടി നോക്കി എന്ന് പറയുന്ന പാട്ടൊക്കെ അദ്ദേഹം കമ്പോസ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ട്യൂണ്. താഴ്വാരത്തിലെ ഒരു പാട്ട്, കണ്ണെത്താ ദൂരെ മറുതീരം, ആ പാട്ട് ഭരതേട്ടൻ ട്യൂൺ ചെയ്തതാണ്. മറുതീരത്തെ കോണിൽ സംക്രമം. ഇപ്പം മ്യൂസിക്, ലിറിക്സ്, ചില സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്, എത്രയോ സിനിമകൾക്ക് ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, എത്രയോ സിനിമകൾക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമയുടെ സമസ്ത മേഖലയിലും അറിവുണ്ടായിരുന്ന, സമസ്ത മേഖലയിലും കൈവച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അദ്ദേഹമാണ്, ഭരതേട്ടനാണ്. ഞാനപ്പോൾ അങ്ങനെ കടുത്ത ആരാധകനായിരിക്കുന്ന കാലത്ത് ലളിത ചേച്ചി ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സിനിമകളിൽ ലളിത ചേച്ചി അഭിനയിക്കുമായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഭരതേട്ടൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ജയരാജാണ്, പിന്നീട് ഡയറക്ടറായ ജയരാജ് സാറാണ് അന്ന് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാരംഭം എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ട് ജയരാജ് സാറ് പോയ സമയത്ത് ലളിത ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ വധു ഡോക്ടറാണെന്ന് പറഞ്ഞ സിനിമയിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ലളിത ചേച്ചി ഉണ്ടായ സിനിമയിൽ അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് ഇഷ്ടമായിട്ട് ലളിത ചേച്ചി എന്നോട് പറഞ്ഞു, ഭരതേട്ടൻ്റെ കൂടെ ജയരാജ് ഉണ്ടായിരുന്നു, ജയരാജ് സിനിമ ചെയ്തിട്ട് പോയി, അപ്പോൾ ഒരു നല്ല അസോസിയേറ്റിനെ വേണം ഭരതേട്ടന്, നിനക്ക് ഭരതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ എൻ്റെ ഫോൺ നമ്പറൊക്കെ അഡ്രസ്സൊക്കെ ചേച്ചി മേടിച്ചിട്ട് പറഞ്ഞു, അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, വീട്ടിലേക്ക് വിളിക്കണം. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഭരതേട്ടനെ കണ്ടതിന് ശേഷം പറഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിപ്പിക്കാം, നീ ചെന്നൈയിലേക്ക് ഒന്ന് വരേണ്ടി വരുന്നു. ഞാൻ വരാതും പറഞ്ഞു. അങ്ങനെ ഭരതേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യാന്നുള്ള ഒരു മോഹം ഇങ്ങനെ മനസ്സിൽ ഉള്ള ഒരു സമയത്ത് ആണ്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഒരു സിനിമ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഓഫർ വരുന്നത്. അത് അതിന് പാരലായിട്ട് ഞാൻ സിനിമകളിൽ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഭരതേട്ടന് പറ്റിപ്പോയ ഒരു കാര്യം, ഭരതേട്ടൻ്റെ ആദ്യകാല സിനിമകളിൽ കുറേ സിനിമകൾ പത്മരാജൻ സാറ് എഴുതിയ, അവരുടെ കോമ്പിനേഷൻ മനോഹരമായിരുന്നു. പിന്നെ MT സാറും അദ്ദേഹവുമായിട്ട് ചെയ്ത സിനിമകളും വളരെ മനോഹരമായിരുന്നു. അത് കഴിഞ്ഞ് ജോൺ പോളങ്കിളുടെ കൂടെ ഒരുപാട് സിനിമകൾ, സന്ധ്യമയങ്ങുന്ന നേരം, ചാമരം എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകൾ അവർ, മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം, പാളങ്ങൾ, അങ്ങനെ പാളങ്ങൾ PR നാഥൻ്റെയാണ് തോന്നുന്നു. അങ്ങനെ നല്ല റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പപ്പേട്ടനും ജോൺ പോളങ്കിളിനും ശേഷം അതുപോലെ ലോഹിയേട്ടനുമായിട്ട് ചെയ്ത് 1-2 സിനിമകൾ, ഇത് അമരം, പാഥേയം, അതും നല്ല സിനിമകളായിരുന്നു. അപ്പം ഒരു റൈറ്റർ ബാക്കിങ് അവസാന കാലത്ത് കുറഞ്ഞു പോയിരുന്നു.
അതായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിച്ച ഒരു കാര്യം എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. നല്ല അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന, അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകൾ മനസ്സിലാക്കുന്ന, അദ്ദേഹത്തിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുന്ന റൈറ്റേഴ്സിൻ്റെ അഭാവം അവസാന കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ലോഹിയേട്ടനൊക്കെ ഡയറക്ടറായി, പിന്നീട് അങ്ങനെ വേറെ വഴിക്ക് പോയി. അപ്പം ഞാൻ 98 എൻ്റെ ആദ്യത്തെ സിനിമ സംഭവിച്ചു, മറവത്തൂർ കനവ് സംഭവിച്ചു. അപ്പോൾ മറവത്തൂർ കനവിൻ്റെ ഡബിങ് ആയിട്ട് മദ്രാസിൽ ജോയ് തിയേറ്ററിൽ സുരേഷ് സാർ എന്ന് പറഞ്ഞിട്ട് സാറായിരുന്നു അന്ന് സൗണ്ട് എഞ്ചിനീയറൊക്കെ. അവിടെ മമ്മൂക്ക മറവത്തൂർ കനവ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്കയെ കാണാൻ ഭരതേട്ടൻ അവിടെ ഡബിങ് സ്റ്റുഡിയോയിൽ വന്നു. അപ്പോൾ ഡബിങ് സ്റ്റുഡിയോയിൽ ഞാൻ കൺസോളിൽ ഇരിക്കുകയാണ്, ഭരതേട്ടൻ ഡബ് ചെയ്യുന്ന മമ്മൂക്കയുടെ അടുത്തൊരു ചെയർ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ സീനുകളൊക്കെ, ആ ഡബ് ചെയ്യുന്ന സീനുകളൊക്കെ ഭരതേട്ടൻ ഇരുന്ന് കാണുന്നുണ്ട്. ഭരതേട്ടന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഭരതേട്ടൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പുതിയ ചെക്കനാണ് ഈ പടം ചെയ്തിരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും. വിഷ്വലുകൾക്കൊക്കെ അങ്ങനെ ഒരു ഭരതേട്ടൻ്റെ സ്വാധീനം ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പം അത് അന്ന് ഡബിങ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിന്ന്, അദ്ദേഹത്തിന് സ്ഥിരം ഉപയോഗിക്കുന്ന ഈ ബീച്ച് ഷർട്ട് പോലത്തെ ഒരു ഷർട്ടും ഒക്കെ ആയിട്ട് ഈ മുടി ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ കഷണ്ടിയുടെ മീതക്കോടെ ഇങ്ങനെ പതിച്ചു വെച്ച് ഭയങ്കര, കണ്ടാൽ തന്നെ ഒരു ആർട്ടിസ്റ്റാണെന്ന് തോന്നുന്ന മുഖവും, ദീപ്തമായിട്ടുള്ള വലിയ ജീവസുറ്റ കണ്ണുകൾ, സമൃദ്ധമായ താടി, കഴുത്തിൽ ഒരു രുദ്രാക്ഷത്തിൻ്റെയോ മറ്റോ ഈ ചന്ദനത്തിൻ്റെ ഒരു മാല, കയ്യിൽ റോത്ത്മാൻസിൻ്റെ സിഗരറ്റ് പാക്കറ്റ്, അതിൽ നിന്നൊരു സിഗരറ്റ് ഇങ്ങനെ കത്തിച്ച് വലിച്ച് മരച്ചോട്ടിൽ നിൽക്കുന്ന ഭരതേട്ടൻ്റെ രൂപം ഞാൻ മറക്കില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ഞാൻ ചെന്ന് കാല് തൊട്ട് വന്നിച്ചു. അപ്പോൾ പുള്ളി പെട്ടെന്ന് ഷോക്ക്ഡായി. അദ്ദേഹം അത്തരം ഔപചാരികതകളും അത്തരം ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം മാനസ ഗുരുവാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടു നിൻ്റെ ഷോട്ടുകളൊക്കെ രസമുണ്ട്, നല്ല തൃശ്ശൂർ സ്ലാങ്ങിലാണ് സംസാരിക്കുക, നിൻ്റെ ഷോട്ടൊക്കെ നല്ല രസമുണ്ട്, കളറും ഒക്കെ ഭംഗിയുണ്ട്, വിപിനാണല്ലേ ക്യാമറ ആയിരുന്നു. അപ്പം അതെ, സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ലളിത ചേച്ചി എനിക്ക് അങ്ങനെ ഒരു ഓഫറും തന്നിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല. അപ്പോഴേക്കും പിന്നെ ഈ സിനിമ തുടങ്ങി. അത് സാറില്ലേ, ഇപ്പം നീ ഡയറക്ടറായല്ലോ, നല്ല സിനിമകൾ ചെയ്യും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം കാറിൽ കയറിപ്പോയി. അതായിരുന്നു ഞാൻ അവസാനമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിച്ചു. അപ്പോൾ ഒക്കെ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു 10-65 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ 10-68 വയസ്സ്, അല്ലെങ്കിൽ ഒരു നിയർലി 70 ഇയേഴ്സൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണ. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മരിക്കുന്നത് 52-ാമത്തെ വയസ്സിലാണ്. ഇന്ന് ഞാൻ ആ പ്രായം കടന്ന് കഴിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അദ്ദേഹം എത്ര യങ്ങായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ ഒരു കലാകാരൻ മനസ്സിൽ തീർച്ചയായിട്ടും അതിനേക്കാളൊക്കെ എത്രയോ വയസ്സ് കുറവായിരിക്കും മാനസികമായിട്ട്. ഭരതേട്ടന് ഒരു നല്ല എഴുത്തുകാരെയും ഈ വിഷ്വലുകളുള്ള നല്ലൊരു എഴുത്തുകാരെയൊക്കെ കിട്ടിയിട്ട് അദ്ദേഹം വീണ്ടും കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് കൊതി തോന്നും. എൻ്റെ ഒരു നിർഭാഗ്യം, അല്ലെങ്കിൽ നിർഭാഗ്യകരമായിട്ടുള്ളൊരു കോയിൻസിഡൻസ്, ഞാൻ സംവിധായകനാവുന്നത് 1998 ഏപ്രിലാണ് എൻ്റെ സിനിമ റിലീസാവുന്നത്. ആ വർഷമാണ് അദ്ദേഹം മരിക്കുന്നത്. 98 ജൂലൈയിലോ മറ്റോ ആണ് അദ്ദേഹം മരിക്കുന്നത്. ഭരതേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകളും അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ടുകളും അതിൻ്റെ വിഷ്വലൈസേഷനും ആക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യണ രീതിയും ഒക്കെ ആലോചിക്കുമ്പോൾ തന്നെ രോമാഞ്ചം ഉണ്ടാവും. നിദ്ര എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിൽ വിജയ് മേനോൻ, ശാന്തി കൃഷ്ണയായിരുന്നു അതിലെ നായകന്മാർ. എന്തൊരു സിനിമയായിരുന്നു എന്ന് പറയും. ഒരു കല്യാണം കഴിച്ചാലോന്ന്. പെണ്ണാരാന്നറിയോ? ഇല്ല. എന്റെ അശ്വതി തന്നെ. അശ്വതി അവരെന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. എന്നെ പറഞ്ഞയക്കല്ലേ അശ്വതി, അവരെന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു, വണ്ടിയെ കൊണ്ടാ. എന്താ പറയുന്നത്? അശ്വതി, ഓരോ ആക്ടേഴ്സിന്, ഇപ്പൊ പ്രതാപ് പോത്തന്, തകര, അതിനു മുമ്പ് ആരവം, അതിലൊക്കെ പ്രതാപ് പോത്തനെ പ്രസന്റ് ചെയ്ത് കണ്ടാൽ അതേ പ്രതാപ് പോത്തനെ ചാമരം എന്ന് പറഞ്ഞ സിനിമയിൽ അന്നുണ്ടായിരുന്ന നായക സങ്കല്പത്തിനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന നായകന്മാരായിരുന്നു അദ്ദേഹത്തിന്റെ. ഇന്ദു, ഇന്നലെ വരെ ടീച്ചറിന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ.
പക്ഷെ ഇന്ന് നമ്മൾ ടീച്ചറും സ്റ്റുഡന്റുമല്ല. വി ആർ ലവേഴ്സ്. നമ്മൾ രണ്ടല്ല. ഓ, എന്തിനാ ഇങ്ങനെ വാരി വലിച്ചു തിന്നുന്നേ? ഒന്ന് പതുക്കെ കഴിച്ചൂടെ? പതുക്കെ തിന്നാല് വിശപ്പ് പോകത്തില്ല. கோழி போதுமே, எதுக்கு பொண்டாட்டி? நீ ஆம்பளையா? நடி பத்திரக்காளி சொன்ன என்கிட்ட வச்சுக்காதே, நான் பெரிய கோழி போறான். ലോറി എന്ന് പറഞ്ഞ സിനിമയിലെ അച്ഛൻ കുഞ്ഞ്, ചാട്ട, ബാലൻ കെ നായരും അച്ഛൻ കുഞ്ഞൊക്കെ ആയിട്ട് ചാട്ട, അതിൽ കരിക്കട്ട തിന്നുന്ന തള്ള ഫിലോമിന. എന്റെ മോൻ വേലൂർ പെണ്ണിന് ഇനി കിട്ടും. നിന്നെ ഇവിടുന്ന് ആഴ്ച പൈക്ക് അറിയാഞ്ഞിട്ടല്ലേ ഓടിപ്പെട്ടോളെ. വെള്ളം ഒഴിച്ചോ? ഒഴിച്ചു. കഴുകിയോ? ഇല്ല. കഴുകിയില്ല. ഇപ്പൊ കഴുകാം. ഇനിയിപ്പോ കഴിവൊന്നും വേണ്ട. മലയാള സിനിമ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംവിധായകനായിരുന്നു. അടിമുടി കലാകാരനായിട്ടുള്ള, വ്യക്തിപരമായിട്ടുമൊക്കെ അടിമുടി കലാകാരനായിരുന്ന, ഭയങ്കര സൗന്ദര്യാരാധകനായിരുന്ന ഒരാൾ വേണേട്ടൻ. സിനിമയുടെ ഓരോ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഓരോ പെയിന്റിങ്ങാണ്. ഐദർ ഇറ്റ്സ് എ പാൻ ഓർ സൂം ഓർ വാട്ട്.